ഹലോ, ഇന്ന് നമ്മളെവിടെ പോകുന്ന കിങ്ങിണി? ഞങ്ങളിന്ന് ഒരു ഗേൾസ് ട്രിപ്പിന് പോവാണ്. അപ്പം ഞാനും കിങ്ങിണി മാത്രമേ ഉള്ളൂ. ചേട്ടൻ ക്രിക്കറ്റിൻ്റെ ഇതിന് പോയിരിക്കുകയാണ്. ഔട്ട്ഫിറ്റ് നോക്കാം. ഇതാണ് കിങ്ങിണിയുടെ ഔട്ട്ഫിറ്റ്. ഒരു പിങ്ക് ഹാറ്റ്, ഫുൾ പിങ്ക് ആണ് കിങ്ങിണിന്ന്, അല്ലേ കിങ്ങിണി? ഷൂസ്. എൻ്റെ വന്നിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് നാട്ടിൽ നിന്ന് മേടിച്ച ഒരു കോമൺ ഒരു ഉടുപ്പാണ്. അപ്പം ഞങ്ങൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞാനെങ്കിൽ എങ്ങനെയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത്. ഇന്ന് ഫുള്ള് നടത്തമാണ്. അപ്പം കിങ്ങിണിക്ക് ശരിക്കും അറിയില്ല എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. കിങ്ങിണിക്ക് അറിയാവോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? അപ്പോൾ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു മൂവിയാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാനും കിങ്ങിണിയും മൂവിക്കൊന്നും പോയിട്ടില്ല. അപ്പം അവിടെ ചെന്നതിന് ശേഷമാണ് കിങ്ങിണിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് മൂവിക്കാണ് പോകുന്നതെന്നുള്ളത്. മനസ്സിലായാ എങ്ങോട്ടാണ്? വാ. ഇവിടെ മിക്ക മൂവീസിനും കുട്ടികൾ അലൗഡ് അല്ല. അപ്പം നമ്മുടെ മലയാളം മൂവീസിലാണെങ്കിൽ പോലും വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ കുട്ടികളെ ഇതിൽ കയറ്റത്തില്ല. അപ്പം അത് കാരണം ഞങ്ങൾക്ക് ഒന്നിച്ചൊരു മൂവിക്ക് ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ മൂവിക്ക് പോകുന്നത്. ഇപ്പം ചെന്ന ഉടനെ നമ്മൾ അവിടുത്തെ ഷോപ്പിൽ നിന്ന് പോപ്കോണും പെപ്സിയാണ് ആദ്യം മേടിച്ചത്. മൂവി ആകുമ്പോൾ അത് വേണമല്ലോ. എക്സൈറ്റഡ് ആണോ കിങ്ങിണി? ഇതിവിടെ തിയേറ്ററിനകമാണ്. ഇവർക്ക് കുറേ സ്ക്രീൻ ഉണ്ട്. അപ്പം ഞങ്ങളത് വന്നിട്ട് സ്ക്രീൻ 3 ആണ്. അപ്പം 12:30 ഷോ തുടങ്ങുന്നത്, മൂവി തുടങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മിക്കവരും വന്ന് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഇവർ ശരിക്കും നമുക്ക് മൂവി വന്നിട്ട് 12:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം വന്നിട്ട് 12:10 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ജസ്റ്റ് പോപ്കോണും പെപ്സിയും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഒരു അയൺമാനിൻ്റെ സ്റ്റാച്ചു വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിങ്ങിണിക്ക് പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി അവിടെ വരുന്ന നെക്സ്റ്റ് ഒരു മൂവിയുടെ ഇങ്ങനെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്ന് അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. 2 ഫോട്ടോയും കൊള്ളാം. ഒരു 12:15 കഴിഞ്ഞപ്പം ഞങ്ങൾ തിയേറ്ററിനകത്ത് എൻ്ററായി. അപ്പം ഞങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബാക്കിലാണ്. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. സ്ക്രീൻ നല്ല വലിയ സ്ക്രീനായിരുന്നു. പക്ഷേ സീറ്റിനൊക്കെ ഒരു ഡിഫറൻസ് ആയിരുന്നേ. ഞാനും കിങ്ങിണി ഇത് ആദ്യമായിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ സീറ്റിൽ വാട്ടർ ഓൺ വാട്ടർ ഓഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് സ്ക്രീനിൽ കാണുന്ന എഫക്റ്റ് നമ്മുടെ സീറ്റിലും കിട്ടുമെന്ന്. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ക്രീനിൽ ഇപ്പം ഡ്രാഗണൊക്കെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റും കിടന്ന് അതിനനുസരിച്ച് മൂവ് ചെയ്യും. സ്ക്രീനിൽ മഴ പെയ്താൽ നമ്മുടെ ദേഹത്തും വെള്ളം ചീറ്റുമെന്നുള്ള അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചു സീറ്റ് കിടന്ന് മൂവ് ചെയ്തപ്പം. അങ്ങനെയാണ് എൻ്റെ കയ്യും കൊരുത്തിരിക്കുന്നത്. പിന്നെ മൂവി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോയത് പാഡിങ്ടൺ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. മൂവി തുടങ്ങിയപ്പോൾ പിന്നെ ഓക്കെ ആയി. അങ്ങനെ മൂവി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ഇതുണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ചോക്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് പറക്കിയെടുത്തിട്ട് ബില്ലടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കിങ്ങിണിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും കഴിക്കത്തില്ല, എന്നാലും കാണുമ്പോൾ ഉള്ള കൗതുകം കൊണ്ട് കുറച്ച് ചോക്ലേറ്റുകൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മൂവി കഴിഞ്ഞ് നേരെ പോയത് ഒരു ഡ്രസ്സ് മേടിച്ചത് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പ്രൈമാർക്കിൽ പോയിട്ട് ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒരു ലിപ് ലൈനർ എടുത്തിട്ട് അത് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം സിറ്റി സെൻറ്ററിൽ വന്നാൽ കിങ്ങിണിക്ക് അപ്പം മേടിക്കേണ്ട സാധനമാണ് ബബിൾ ടീ. അപ്പം ഇതിന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എപ്പോഴും ചോക്ലേറ്റ് ബബിൾ ടീ ആണ്. ഞാനും ബബിൾ ടീ ഒക്കെ മേടിച്ചു. അപ്പം എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിനകത്ത് കോറിഡോറിൽ ഇങ്ങനെ സോഫ ഇട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ബബിൾ ടീ ഒക്കെ കുടിച്ചു. മൊത്തം കുടിക്കത്തൊന്നുമില്ല, പാതി കുടിച്ചതേ ഉള്ളൂ.
ഇത് സിറ്റി സെൻറ്ററിനകത്തുള്ള ഷോപ്സാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഞാനും കിങ്ങിനെയും കൂടെ മാത്രമായിട്ട് വരാറുണ്ട്. ഞങ്ങൾ വന്നിട്ട് എവിടെ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ നോക്കി ചില ഷോപ്പുകളിലൊക്കെ കയറി അങ്ങനെ കുറച്ച് നേരമൊക്കെ വെറുതെ ചില്ലാവാനായിട്ട് വന്നിരിക്കാറുണ്ട് സാധാരണ. ഞങ്ങൾ എപ്പോഴും ഫാമിലിയായിട്ട് പുറത്ത് പോകുന്നതൊക്കെ അപൂർവമാണ്. കാര്യം ഒന്നെങ്കിലും 3 പേർക്ക് കൂടി ലീവോ ഓഫോ വരുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റാറ്. അല്ലെങ്കിൽ ഒന്നുകിൽ ഞാനും ചേട്ടനും അല്ലെങ്കിൽ ഞാനും കിങ്ങിണിയും അങ്ങനെ 2 പേരൊക്കെ ആയിട്ടാണ് സ്ഥിരം പോകാറുള്ളത്. അപ്പം കിട്ടുന്ന സമയം ഇതേപോലെ എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ഫാമിലി ടൈം വർക്കിൻ്റെ ഇടയിൽ കിട്ടുന്നത് അപൂർവമാണ്. അപ്പോൾ അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫിലിം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ വിശന്നായിരുന്നു. അപ്പം വേണ്ട ഈ കാണുന്ന ചിക്കിങ്ങിലോട്ടാണ് കേട്ടോ. ഇതെവിടെ റീസെൻ്റ്ലി ഓപ്പൺ ആയതാണ്. ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം ഇന്നിപ്പം എവിടെ നിന്ന് ഞാനെനിക്ക് എങ്ങനെയും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ ബബിൾ ടീ ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ചിക്കിങ്ങിൽ വന്നു. നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ ഈ ഇടയ്ക്ക് ഓപ്പൺ ആയതാണ് ചിക്കിങ്. അപ്പോൾ ചിക്കിങ്ങിൽ വന്നിട്ട് ഞങ്ങൾ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ മിഷ്യൻ കോഫിയും കൂടെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ജസ്റ്റ് ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കിങ്ങിണിക്ക് നോർമൽ ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസും എനിക്കതുപോലെ സ്പൈസി ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും. അപ്പം ഇത്രയും മാത്രമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ കിങ്ങിണിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ നിന്ന് ചിക്കനൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അടുത്ത പോകുന്നത് ഹോയിലോട്ടാണ് കേട്ടോ. ഹോയ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബീച്ചെൻഡിനെയാണ് ഹോയ് എന്ന് പറയുന്നത്, ബീച്ച് സൈഡിന്. അപ്പം ഞാനും ഈ പേര് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം വന്ന സമയത്ത് ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം അറിഞ്ഞൂടാതെ ഞങ്ങൾക്ക് സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഹോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്കുള്ള പെയിൻറ്റിങ്സ് ആണ്. ഇപ്പം പല പല പെയിൻറ്റിങ്സ് ഉണ്ട്. കറക്റ്റായിട്ട് എനിക്ക് എന്തുവാണെന്ന് അറിയത്തില്ല. പിന്നെ കിങ്ങിണി ചിലതിലൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടെത്തിയത്. ഇതും പോകുന്ന വഴിക്കുള്ള ജസ്റ്റ് ഹോയിലോട്ട് എൻ്റർ ആവുന്ന സമയത്തുള്ള ഒരു ഫൗണ്ടൻ പോലത്തെ സാധനമാണ്. ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിൽപ്പുണ്ട്. അവിടെ അത്യാവശ്യം അതിന് ചുറ്റും ഇപ്പോൾ തന്നെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഇപ്പം മിക്ക ആൾക്കാരും പുറത്താണ്. ഇനി കുറച്ച് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും തണുപ്പാവുന്ന സമയത്ത് ഇവിടെ സൺലൈറ്റൊക്കെ കുറവായിരിക്കും. അപ്പം രാവിലെ നമുക്ക് ഇരുട്ടായിരിക്കും കൂടുതലും. ഒരു 9-10 മണിയൊക്കെ ആവണം നേരം വെളുക്കാനായിട്ട്. രാത്രിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഇരുട്ടും. അപ്പോൾ ഈ ക്ലൈമറ്റാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ മിക്ക ആൾക്കാരും പുറത്ത് പോവുക എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. കാര്യം നമുക്ക് സൺലൈറ്റ് അത്യാവശ്യം കൂടുതൽ കിട്ടുന്ന ഒരേ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഉള്ള ഒരു 3-4 മാസം മാത്രമാണ്. നില്ലേ അങ്ങോട്ട് പോയിട്ട് എടുക്കാം. കേങ്ങണേ വാ. ഞങ്ങളപ്പോൾ ഹോയുടെ അങ്ങോട്ട് എൻ്റർ ചെയ്യുവാണേ. അപ്പം ഈ കാണുന്നതാണ് പ്ലിമൗത്തിൻ്റെ ലൈറ്റ് ഹൗസ്, നമ്മുടെ ഹോയുടെ ലൈറ്റ് ഹൗസ്. പിന്നെ ഇത് വന്നിട്ട് നേവൽ ബേസിലുള്ള എന്തുകൊണ്ട് മോണുമെൻ്റൊക്കെയാണ്. പിന്നെ കുറേ സ്റ്റാച്യൂസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പ്ലിമൗത്ത് അറിയപ്പെടുന്ന തന്നെ ബ്രിട്ടൻസ് ഓഷ്യൻ സിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. കാര്യം പ്ലിമൗത്തിലാണ് കൂടുതലും വാട്ടർ അട്രാക്ഷൻസ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ലേറ്റായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേര് ഈ സൺലൈറ്റ് എൻജോയ് ചെയ്യാനും കുറേ പേര് ഈ ഫുട്ബോൾ കളിക്കാനും അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. നോക്ക് എങ്ങനെ കപ്പൽ പോണ കൊള്ളാല്ലേ.
കിങ്ങിണി ഇന്നത്തെ ഡേ ഔട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്തോ നിനക്ക് ഇഷ്ടപ്പെട്ട? എനിക്ക് മൂവീസ് ഇഷ്ടപ്പെട്ട്, പിന്നെ ഹോൾ ഇഷ്ടപ്പെട്ട്. ഹോളാ? ഹോയാണോ? ഹോൾ ഇഷ്ടപ്പെട്ട്. ഗേൾസ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പോൾ കുറച്ച് നേരം ഹോയിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി ഐസ്ക്രീം കുടിക്കാനാണ് കേട്ടോ. സൺഡേ ഗലാറ്റോ എന്നാണ് ഐസ്ക്രീം ഷോപ്പിൻ്റെ പേര്. ഇവിടെ വെറൈറ്റി ഓഫ് ഐസ്ക്രീം ഉണ്ട്. നമ്മൾ കോണിലും ഉണ്ട്, അതല്ലാണ്ട് കപ്പായിട്ടും ഉണ്ട്. പല വെറൈറ്റീസ് ഉണ്ട്. ചോക്ലേറ്റ്, പിസ്ത, കിൻഡർ വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ വാനില, ദെൻ ഫെറാറോ, അങ്ങനെ ബനാന വാനില, ബ്ലൂ ബബിൾ, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അപ്പം കിങ്ങിന് വന്നിട്ട് വാനിലയും കിൻഡർ വൈറ്റും, ഞാൻ വന്നിട്ട് വാനിലയും ഫെറാറോയുടേതുമാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഐസ്ക്രീം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽച്ചേട്ടൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ലാലുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.